എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പ്രാർത്ഥന എന്നത് ആത്മീയ പോരാട്ടത്തിനുള്ള ആയുധമാണ്. ആത്മീയ ജീവിതത്തിന്റെ താക്കോലാണ് വിശ്വാസം. നോമ്പും പ്രാർത്ഥനയും അതിന്റെ ചിറകുകളാണ്. മനുഷ്യ ഹൃദയത്തിൽ തിന്മയുടെ വൻമലകളും പാറക്കെട്ടുകളുമുണ്ട്. ഇവ ആത്മീയ ജീവിതത്തിന്റെ സുഗമമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇവ ഹൃദയത്തിൽ നിന്നും മാറ്റപ്പെടുകയുള്ളൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങുമെന്ന് വായിക്കുന്നു. ബുദ്ധിപരമായ അംഗീകാരമല്ല വിശ്വാസം, ദൈവാശ്രയമുള്ള ജീവിത രീതിയാണ്. ദൈവകൃപ പ്രാർത്ഥന കൊണ്ട് നേടുവാൻ സാധിക്കും. പ്രാർത്ഥന ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥനയുടെ പ്രകാശം ഒരുവന് അവന്റെ ജീവിതത്തെ സ്വയം കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു. തിന്മയുടെ ആധിക്യം കൊണ്ട് പ്രപഞ്ചവും മനുഷ്യനും തകർന്നു പോകാതെ താങ്ങി നിർത്തുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ്. തിന്മയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നന്മയിലേക്ക് പ്രവേശിക്കുവാനുള്ള പാലമാണ് പ്രാർത്ഥന. ഈ ലോകത്തിൽ തന്നെ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ നയിക്കുന്നതും പ്രാർത്ഥന എന്ന പാതയിലൂടെയാണ്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഇടവിടാതെ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ദൈവിക സംസർഗം. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന വളരെ ചെറുതാണെങ്കിലും അർത്ഥസമ്പുഷ്ടവും ശക്തവും മനുഷ്യ ഹൃദയത്തെ അനുതാപബോധമുള്ളതും ശുദ്ധീകരിക്കുന്നതുമാണ്. കർത്താവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന കുരുടനായ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ യേശുവിനെ പിടിച്ചു നിർത്തുവാൻ ശക്തിയുള്ളതായിരുന്നു. ഇന്നും ഈ പ്രാർത്ഥന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ പലവിധ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഇതൊരു വ്യക്തിയെ പരിപൂർണ ദൈവാശ്രയം ഉള്ളവനാക്കുന്നു. രണ്ടാമത്, അഹങ്കാരത്തിന്റെ ഉറടമായ സ്വാർത്ഥതയിൽ നിന്ന് മോചനം നൽകുന്നു. മൂന്നാമത്, അവനവന്റെ ബലഹീനതയെക്കുറിച്ച് ബോധവാനാക്കി ആഴമായ അനുതാപത്തിലേക്ക് നയിക്കുന്നു. 4, ഈ പ്രാർത്ഥന തിന്മയോട് പോരാടാനുള്ള ശക്തിയേറിയ ആയുധമാണ്. 5, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേൽ ദൈവിക പ്രകാശം നിറയ്ക്കുന്നു. 6, ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കുശവൻ കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ഒരു ചെറിയ കരട് പോലും നമ്മിൽ ഇല്ലാതെ വണ്ണം വിരൂപമായി നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിൽ അലിഞ്ഞു ചേർന്ന് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് നിരത്തുന്നതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥന നമുക്ക് പ്രത്യാശ നൽകുന്നു. പരാജയത്തിലും തകർന്നു പോകാതെ അനുതാപത്തോടെ മുന്നേറുവാനുള്ള പ്രചോദനം നൽകുന്നത് നിരന്തരമായ പ്രാർത്ഥന കൊണ്ടാണ്. ദൈവനാമം ഉരുവിടുന്നത് തന്നെ പ്രാർത്ഥനയാണ്. ഏദൻ തോട്ടം പോലെ പ്രാർത്ഥനയാകുന്ന വേലി കെട്ടി സൂക്ഷിക്കേണ്ട ഇടമാണ് ഹൃദയം. ഈ തോട്ടത്തിൽ തിന്മകൾ കടന്നു വരുവാൻ വേലി പൊളിയാതെ ബലവത്തായി പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഹൃദയത്തെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു, മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് വായിക്കുന്നു. ഹൃദയപൂർവ്വം നിരന്തരമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇതിനെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നാം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ലൂക്കോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനത്തോളം നാം സഹിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുടെ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ള ബോധ്യത്തോടെ നിരന്തരം മടുത്തുപോകാതെ പ്രാർത്ഥനയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.